ഇംപെർഫെക്റ്റ് ബട്ട് പെർമനന്റ്. നിങ്ങൾ പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷെ പെർമനന്റ് ആവും, വ്യത്യസ്തമാണ്. അതിനാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വീണ്ടും വീണ്ടും മനനം ചെയ്യുക. സംഗീതം പഠിക്കുന്നവരെയൊക്കെ കാലത്ത് എഴുന്നേറ്റ് സരിഗമ പറഞ്ഞ വീണ്ടും വീണ്ടും ആ 7 അക്ഷരം പിന്നെയും പിന്നെ ആവർത്തിക്കുന്ന എന്തിനായിരിക്കും? ഫെയിൽ എന്നുള്ളതിന് ഇങ്ങനെ നിർവചനം ഇല്ല അല്ലെ. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ഒരു പാഠം കൂടെ പഠിച്ചു, പുതിയ പാഠം. അപ്പൊ ഫെയിൽ എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യം ഫെയിൽ എന്ന് പറയുന്നതിനർത്ഥം വൺ മോർ ലേണിംഗ്. അപ്പൊ വൺ മോർ ലേണിംഗ്, ഒരു പാഠം കൂടി പഠിപ്പിക്കുന്നതിനെയാണ് ഫെയിൽ. കിട്ടിയല്ലോ, ബ്യൂട്ടിഫുൾ നിർവചനം അല്ലെ. ഇനി ശ്രമിക്കുന്നെങ്കിൽ യാതൊരു മടിയില്ല, കാരണം ഒരു പാഠം കൂടെ പഠിക്കാം എന്ന് പറഞ്ഞ് ഫെയിൽ ആവാൻ വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെടുന്നത് അത് വീഴ വഴിക്ക് കിട്ടുന്നതാണ്. സോ ഇൻ ദ സ്റ്റോം, കടലിൽ കപ്പലുകൾ അല്ലെങ്കിൽ നാവികർ പറയുന്ന ഒരു പദമാണ്. ഇൻ ദ സ്റ്റോം നോട്ട് കാം വിച്ച് ടെസ്റ്റ് ദ സീ വർത്തിനെസ് ഓഫ് ദ വെസൽ. ഒരു കപ്പലിന്റെ സീ വർത്തിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനങ്ങൾക്ക് ആകാശത്തിലും കപ്പലുകൾക്ക് വെള്ളത്തിലും വർത്തിയാണോ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ശാന്തമായ സമുദ്രത്തിലൂടെ ഓടിച്ചല്ല, കടൽ തിരകളും കാറ്റും കോളും ഉള്ളപ്പോൾ ഓടിച്ചിട്ടാണ് അതിന്റെ സീ വർത്തിനെസ് ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വിജയം അതിനുവേണ്ടി ആയിരിക്കാം ചലഞ്ചസ് ഇഷ്യൂസ് നിങ്ങളുടെ മുമ്പിൽ എടുത്തിടുന്നത്. കാരണം ഇത് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി അല്ല മനുഷ്യൻ. ദിസ് ഇസ് സംതിങ് ആൻ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി വൺസ് ഇൻ ലൈഫ് ടൈം. അങ്ങനത്തെ ഒരു സാധനത്തിലൂടെ നിങ്ങൾ വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാറ്റും കോളും ഉള്ള കടലിൽ കൂടെ കടത്തിവിടും. അതിനെ അതിജീവിക്കാനുള്ള ത്രാണി ഉണ്ടെങ്കിലേ ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾ വിജയിക്കും. കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ ഫ്യൂച്ചർ നിങ്ങളിൽ കണക്റ്റഡ് ആണ്. അപ്പൊ അത്രയും ഉത്തരവാദിത്വമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്ന സമയത്ത് അതിന് യോഗ്യനാണെന്ന് കണ്ടെത്തണ്ടേ? ആ യോഗ്യത തെളിയിക്കാൻ വേണ്ടിയാണ് കാറ്റും കോളുമുള്ള റഫായിട്ടുള്ള ഒരു സീയിലൂടെ നമ്മുടെ വെസലിനെ ആദ്യം ഓടിച്ചു നോക്കിയിട്ട് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഏത് കണ്ടീഷൻ വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുമെന്നോ സീ കണ്ടീഷൻസ് മാറ്റി മാറ്റി അങ്ങനെയാണ് ഒരു കപ്പലിന്റെ ടെസ്റ്റ് ചെയ്യുന്നത്. കപ്പൽ എടുത്തെങ്കിൽ അതിന്റെ മോഡൽ എടുത്തിട്ടെങ്കിൽ ടെസ്റ്റ്. വിമാനം നേരെ ഉണ്ടാക്കിയ വഴി ആകാശത്തേക്ക് പറഞ്ഞു വിടുകയല്ല ചെയ്യും. അതിനെ വിൻഡ് ടണൽ എന്ന് പറയുന്ന പോലത്തെ പല പരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ട് അത് അത്രയും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈവൻ ഇടിമിന്നലിനെ അതിജീവിക്കുമോ, കാറ്റും മഴയും മേഘവും ഉള്ളപ്പോഴും ഇതിനതിൽ പറക്കാൻ സാധിക്കുമോ, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് ഏറ്റുവാങ്ങുന്ന എന്തെങ്കിലും പരാജയം നിങ്ങൾ വിജയിക്കുന്ന അത് പരാജയമല്ല, ഓൾമോസ്റ്റ് സ്റ്റെപ്പ് ലേണിംഗ്. അതിലൂടെ കടത്തിവിടുന്നത് വളരെ യോഗ്യനായ ഒരു വ്യക്തിയെ നിങ്ങളെ മാറ്റാനാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ അതിവിജയികളെ ത്രാണി തരാനാണ്. UCD-ക്കുള്ള ചലഞ്ച് അല്ല DUCD-ക്കുള്ളത്, ഗോൾഡിനുള്ളതല്ല ഡയമണ്ടിനുള്ളത്. അപ്പൊ നിങ്ങൾ അടുത്തടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചലഞ്ച് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മേക്സ് യു സ്ട്രോങ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹഡിൽസ് ആർ കെപ്റ്റ് ടു എൻഷുർ യുവർ സ്ട്രെങ്ത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്നത് നിങ്ങളുടെ ശക്തി കൂട്ടാനാണ്, അല്ലാതെ നിങ്ങളെ നശിപ്പിക്കാനല്ല. നിങ്ങൾക്ക് കൂടുതൽ കഴിവുണ്ടെന്നില്ല. സക്സസ് ഇസ് നോട്ട് ഹാവ് ഒന്നുമില്ലാത്ത, അതായത് വഴി ദുർഘടമല്ലാത്തൊരു സ്ഥലത്തൂടെ അല്ല വിജയം കിട്ടും. ദുർഘടമായ പാതയിലൂടെ താണ്ടിയാണ് വിജയം കൈവരുന്നത്. സോ സക്സസ് ഇസ് നോട്ട് ഹാവ് എ ലൈഫ് ഫ്രീ ഓഫ് പിറ്റ്ഫോൾസ്. കുഴിയും യാതൊരുവിധ വിഷമതകളും ഇല്ലാത്തൊരു പാതയിലൂടെ കടത്തിവിട്ടിട്ടല്ല. വിജയം എപ്പോഴും ദുർഘടമായ പാതകൾ താണ്ടി തന്നെയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തത് പോരായ്മ വരികയോ ചെയ്ത രീതിയിൽ വീഴ്ച വന്നുണ്ടെങ്കിൽ സോ എഫർട്ട് ഇസ് എ ലോ ഓഫ് ലൈഫ്. അതുകൊണ്ട് തന്നെ അധ്വാനം എന്നുള്ളത് ജീവിതത്തിന്റെ തത്വം തന്നെ, അടിസ്ഥാന തത്വം തന്നെ എഫർട്ടാണ്. ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആലോചിച്ചോ, നിങ്ങൾ ഒരു പക്ഷേ വെസ്റ്റിജിലല്ല, ഇന്ത്യൻ ടീമിലല്ല, എന്നാലും നിങ്ങൾ ചെയ്യുന്ന മേഖലകളിൽ അധ്വാനിക്കാതിരിക്കാൻ പറ്റും. ഒരുപക്ഷെ യാതൊരു അംഗീകാരവും ഇല്ലാത്ത അധ്വാനമായിരിക്കും നാളെ വരെ ചെയ്തത്. ഇവിടെ വന്ന അന്ന് തൊട്ട് അംഗീകാരങ്ങൾ ഒന്നും കിട്ടും. മാത്രമല്ല ഓരോ ഇഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഹൗ യു ഗ്രോ. മറ്റിടത്ത് അങ്ങനൊന്നും ഇല്ല. രക്ഷപ്പെട്ടവൻ രക്ഷപ്പെട്ടു, അല്ലാത്തവൻ പോയി. ഇവിടെ രക്ഷപ്പെടുത്താൻ ഒരുപറ്റം ആൾക്കാർ കൂടാണ്. യൂണിവേഴ്സൽ നേച്ചർ, അതായത് പ്രകൃതി സത്യമായിട്ടുള്ള ഇതിനെ ആരെങ്കിലും എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ, എതിർത്ത് പെരുമാറുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് ജീവിതത്തിൽ വലിയ മെച്ചമൊന്നും പുള്ളി ഉണ്ടാക്കാൻ പോകുന്നില്ല. ജീവിച്ചു പോകും. ജീവിച്ചു പോകാൻ വെസ്റ്റേജും വിന്നിംഗ് ടീം ആണെന്നൊന്നുമില്ലല്ലോ. ജീവിതത്തിൽ വിജയിക്കാനാണല്ലോ വെസ്റ്റേജും വിന്നിംഗ് ടീം. അതുകൊണ്ടാണ് ടീമിന്റെ പേര് തന്നെ വിന്നിംഗ് ടീം ഇട്ടേക്കും. ഇതിൽ വെസ്റ്റേജ് വരാത്ത ആരും ജീവിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. വെസ്റ്റേജ് വരാത്താരും വിജയിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇതിനേക്കാൾ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിങ്ങൾക്ക് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആണ്. ട്രൂത്ത് ഈസ് ദാറ്റ് ഓൺലി ഫെയിലിയർ ഈസ് സ്റ്റോപ്പ് ട്രൈങ്. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ ഒരു സത്യത്തിലേക്ക് വന്ന് നിൽക്കാം. ശ്രമിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പരാജയം ഏറ്റുവാങ്ങി. അപ്പൊ പരാജിതനായി എന്നുള്ളത്, ഇനി ഞാൻ ശ്രമിക്കില്ല എന്ന് പറയുന്നതും പരാജിതനായി എന്ന് പറയുന്നതും ഒന്ന് തന്നെ. വൺ മോർ അറ്റംപ്റ്റ് ദാറ്റ് മേക്സ് യു സക്സസ്. എന്താണ് ഒരു വിന്നറും റണ്ണറും അല്ലെ വിന്നറും ഫെയിലറും തമ്മിലുള്ള ബന്ധം? ഐ മെയ്ഡ് വൺ മോർ അറ്റംപ്റ്റ്. വിന്നർ എപ്പോഴും പറയുന്നത് ഐ മെയ്ഡ് വൺ മോർ അറ്റംപ്റ്റ്, ഞാൻ ഒരിക്കൽ കൂടി ശ്രമിച്ചു ജയിക്കും. പരാജിതൻ എന്താ പറയാ,
ഞാൻ നിർത്തി. ശ്രമിക്കുന്നതേ ഞാൻ നിർത്തി. അപ്പൊ അതുകൊണ്ട് സക്സസ് ഇസ് ദാറ്റ് വാക്സ് ഓവർ മിസ്റ്റേക്സ്. പരാജയങ്ങളോ തെറ്റുകുറ്റങ്ങളോ അതിന്റെ മുകളിലേക്ക് അതിന് മുകളിലൂടെ പറന്നു പോകുന്നത് അല്ലെങ്കിൽ ഓടിപ്പോകുന്നതാണ് നമ്മളെ സംബന്ധിച്ച വിജയം. അപ്പൊ വിജയം നിങ്ങൾ സുനിശ്ചിതമാക്കാൻ തീരുമാനിച്ചു. 2025 നിങ്ങളുടെ സക്സസ്ഫുൾ ഇയർ ആയി തീരുമെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്രിപ്പയർ യുവർ സെൽഫ്. എല്ലാ അറ്റംപ്റ്റുകളും വിജയത്തിൽ പര്യവസാനിക്കണമെന്നില്ല, പക്ഷെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ. അതുപോലെ ദുർഘടമായ പാതകൾ, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എനിക്കെന്താണോ ഈ പ്രയാസങ്ങൾ എന്ന് ചിന്തിക്കുന്നതിന് പകരം വിജയത്തിലേക്ക് പോകുമ്പോൾ ഇതുപോലുള്ള പലതും താണ്ടി വേണം നമുക്ക് പോകാൻ. എല്ലാം വീണ്ടും വീണ്ടും പുനരുദ്ധരണ ചെയ്തുകൊണ്ടിരിക്കുക. നോ വൺ ഷോ ദി എക്സൈറ്റ്മെന്റ്സ് ഓഫ് ഹിസ് ഓൺ അബിലിറ്റി. നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ കഴിവിന്റെ പരമാവധി അറിയാവോ? നിങ്ങൾ എത്ര കിലോ പൊക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ഇതുവരെ പൊക്കിയിട്ടുള്ളതാണ് നിങ്ങളെ കൊണ്ട് വെക്കാൻ പറ്റുന്നതെന്ന് വിശ്വസിച്ചിരിക്കുക. ശ്രമിച്ചുകൊണ്ടിരിക്കും. പതുക്കെ പതുക്കെ കുറേശ്ശെ കൂട്ടിക്കൊണ്ടിരിക്കും. 50 കിലോ വെയിറ്റുള്ള ഒരാൾ 80 കിലോ 90 കിലോ പൊക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പൊക്കിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് പൊക്കാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലല്ല, നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചെങ്കിൽ അറിയാമായിരുന്നു. ഇതുവരെ പൊക്കിയിട്ടുള്ളത് മാത്രമേ നമ്മുടെ റെക്കോർഡിലുള്ളൂ. അതിൽ കൂടുതൽ പൊക്കാൻ പറ്റില്ല എന്നാരും പറഞ്ഞിട്ടുമില്ല. നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത്. മെനി ഓഫ് ദോസ് ഹു ഹാവ് ഡിസ്റ്റിങ്വിഷ്ഡ് പല മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് വിജയിച്ചിട്ടുള്ളവരെല്ലാം ചെയ്തതെന്താണെന്ന് വെച്ചാൽ അവരൊന്നും അഡീഷണൽ കപ്പാസിറ്റി ഉള്ളവരല്ല കേട്ടോ. ഹലോ, നമ്മൾ കണ്ടിരുന്നു കോൺസ്റ്റബിൾ ആയിട്ടുള്ള DUCD ആയിട്ട് വന്ന് 5 ലക്ഷത്തിന് മുകളിൽ പെർ മന്ത് ഇൻകം മേടിക്കുന്ന ഒരു വ്യക്തി 2-3 ആഴ്ചക്ക് മുമ്പ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നി?